ഓണാഘോഷത്തിന് റെഡിയാലോ? ഞാനൊരു നല്ല ഓണം കൂടിയിട്ട് ഇപ്പൊ കൃത്യമായിട്ട് പറയാണ്, ഏകദേശം ഒരു 4 വർഷമൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മലയാളികൾ ഇവിടെ വിദേശത്തൊക്കെ വന്ന് താമസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നായിരിക്കും നമ്മുടെ നാട്ടിലെ ഓണം. നമ്മൾ എന്തൊക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ചില്ല് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ഓണം നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കൂടെ ഒക്കെ ആഘോഷിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. എന്റെ ഓർമ്മയിലുള്ള ഏറ്റവും ഒരു ബെസ്റ്റ് ഓണം എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ ഏകദേശം ഒരു 6th 7th പഠിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്തൊന്നും ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, റീൽസ് ഇതൊക്കെ ഉണ്ടോന്ന് പോലും അറിയില്ലാത്തൊരു പ്രായമാണ്. ഒരു സമയത്ത് 10 ദിവസത്തെ ഓണം വെക്കേഷനും കുറേ നാള് കൂടി കസിൻസിനെ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെയാണ് മനസ്സിലാവുക. അത് മാത്രമല്ല പുതിയ ഡ്രസ്സ്, ഇതൊക്കെയാണ് ആ ഒരു സമയത്തെ എക്സൈറ്റ്മെന്റും കാര്യങ്ങളും. തലേദിവസമൊക്കെ നാളത്തേക്കുള്ള കറികളുടെ പ്രിപ്പറേഷനും പച്ചക്കറി അരിയലും ഇതൊക്കെയാണ് വീട്ടിൽ നടക്കാറ്. അതുപോലെ രാവിലെ അമ്മയുടെ വഴക്ക് കേട്ടായിരിക്കും എഴുന്നേക്കുന്നത്. ഓണമായിട്ടെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേക്കത്തില്ലേ, കുളിച്ചൊന്ന് അമ്പലത്തിൽ പോകത്തില്ലേ, ഇതൊക്കെ കേട്ടായിരിക്കും രാവിലെ എഴുന്നേക്കുന്നത്. എന്നിട്ട് വീടിന്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, മുറ്റത്തൊരു അടുപ്പൊക്കെ കൂട്ടിയിട്ട് വലിയൊരു ഉരുളിയൊക്കെ വെച്ചിട്ട് അതിൽ പാലും അടയും എല്ലാം ഇങ്ങനെ അച്ഛൻ നിന്ന് ഇളക്കുന്നതാണ് കാണുന്നത്. എന്റെ അമ്മ ഒരു അടപ്രഥമൻ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് പായസമൊക്കെ എന്റെ വീട്ടിലായിരിക്കും എപ്പോഴും ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുളിച്ച് റെഡിയായിട്ട് അച്ഛൻ തേച്ച് വെച്ച പുതിയ ഓണക്കോടിയൊക്കെ ഇട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും കസിൻസിന്റെ ഒക്കെ ഒരു വിളിയുണ്ട്. ഈ സമയത്തൊന്നും നമുക്ക് സ്വന്തമായിട്ട് ഫോണോ വാട്സപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചിറ്റമാരും മാമമാരും ഒക്കെ വിളിക്കും, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയോ എന്തായി ഒരുക്കങ്ങൾ എന്നൊക്കെ അറിയാനായിട്ട്. എക്സൈറ്റ്മെന്റ് ഒന്നുകൂടെ കൂടും. കസിൻസ് ഒക്കെ വരാറായി, പെട്ടെന്ന് റെഡി ആവണം. അപ്പൊ നമ്മൾ ഓണം കൂടുന്നതൊക്കെ പൊതുവെ അമ്മയുടെ വീട്ടിലായിരിക്കും. അമ്മയുടെ ചേച്ചി, അനിയത്തി, ആങ്ങളെയും അവരുടെ ഫാമിലി എല്ലാവരും വരുന്നത്. കസിൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വന്തം അനിയത്തി അനിയനെ ഒന്നും വേണ്ട, കുറെ നാള് കൂടി കാണുന്ന കസിൻസിനെ മതി. പിന്നെ അതിനുശേഷം ഉച്ചക്കത്തെ സദ്യ റെഡിയാവും. ആദ്യം നമ്മൾ പിള്ളേര് സെറ്റിനെ ആയിരിക്കും സദ്യ കഴിക്കാനൊക്കെ ആയിട്ട് ഇരുത്തുന്നത്. പിന്നെ അമ്മയും ചിറ്റയും ഇങ്ങനെ മാറി മാറി ഇലയിലേക്ക് ചോറും കറികളും. ആദ്യം സദ്യ കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത് ചോറ് വാങ്ങുന്നത് ആരാണെന്നുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും നടക്കുന്നത്. ഈ സദ്യ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ മാമനോ നമ്മുടെ വീടിന് മുറ്റത്ത് ഊഞ്ഞാല് കെട്ടിത്തരും. പിന്നെ അത് ആടാനുള്ള കോമ്പറ്റീഷൻ ആയിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പോൾ വീട്ടുകാരെല്ലാരും കൂടി ഒന്നെങ്കിൽ ചീട്ട് കളിയോ അല്ലെങ്കിൽ ക്യാരംസോ, വൈകുന്നേരം ഉച്ചയ്ക്ക് മിച്ചമുള്ള ചോറും കറികളും പിന്നെ ആ പായസം തണുത്തിട്ടൊന്ന് കുടിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ആഘോഷം എല്ലാം കഴിഞ്ഞ് തിരിച്ച് കസിൻസ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കരച്ചിലും ബഹളവും ഒച്ചപ്പാടും എല്ലാം ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാലം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇതൊക്കെ ഒരു ഓർമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ഓണം. പിന്നെ ഞാൻ റെഡിയായി, നിങ്ങൾ റെഡിയല്ലേ? അപ്പൊ ഈ വർഷത്തെ ഓണം എല്ലാവരും അടിച്ചു പൊളിച്ച് സദ്യയൊക്കെ കഴിച്ചിരിക്കുക. ഹാപ്പി ഓണം.